രാഹുലിന് വേണ്ടിയ ഒരു യൂട്യൂബ് ചാനൽ അങ്ങനെ തന്നെ പറയേണ്ടി വരും. കാരണം അതിൽ വരുന്ന ഓഡിയോ ക്ലിപ്പുകളിലെല്ലാം തന്നെയും പാലക്കാട് രാഹുൽ മതി, പിഷാരടി നിന്നാൽ ഞങ്ങൾ തോൽപ്പിച്ചിരിക്കും, കാരണം പാലക്കാട് രാഹുൽ തന്നെ MLA ആയിട്ട് മതി. ഇതിനു മുൻപ് പലപ്പോഴും ഇത്തരത്തിലൊരു വാർത്തകൾ വന്നിരുന്നെങ്കിലും ആരും അധികം ശ്രദ്ധിച്ചിരുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പക്ഷേ ഇപ്പോൾ ഈ പറയുന്നത് പോലെ പിഷാരടിയെ മുന്നിൽ നിർത്താൻ രാഹുൽ തന്നെ മുൻകൈ എടുത്തുകൊണ്ടാണ് പിഷാരടിയെ സ്ഥാനാർത്ഥിയാക്കുന്നത് എന്നുള്ള വാർത്തകൾ നമ്മൾ കണ്ടിരുന്നു. അതിന് പിന്നാലെയാണ് ഈ പറയുന്ന ഓഡിയോ ക്ലിപ്പുകൾ. അതായത് അവിടുത്തെ നാട്ടുകാർ, പാലക്കാടുള്ളവർ മാത്രമല്ല കേരളത്തിലൊട്ടാകെയുള്ള സാധാരണക്കാരുടെ ഓഡിയോ ക്ലിപ്പാണ് പുറത്തു വരുന്നത്. അതിനകത്ത് അവർ പറയുന്നത് രാഹുൽ തന്നെ പാലക്കാട് MLA, മറ്റാരെയും അവിടെ അങ്ങനെ ചിന്തിക്കാൻ കൂടി ആവുന്നില്ല എന്നാണ് അവർ പറഞ്ഞു വെക്കുന്നത്. അങ്ങനെയെങ്കിൽ ഇത് രാഹുലിന്റെ PR പേജ് ആണെങ്കിൽ രാഹുൽ എന്തിനായിരിക്കാം പിഷാരടിയെ അംഗീകരിച്ചുകൊണ്ട്, അല്ലെങ്കിൽ പിഷാരടി തന്നെ അവിടെ നിൽക്കണമെന്ന് രാഹുൽ തന്നെ മുൻകൈ എടുക്കുന്നതിന്റെ പിന്നിലെ ഉദ്ദേശം എന്തായിരിക്കും? കാരണം ഇത് എന്ത് തരത്തിലുള്ള ഒരു PR ആണെന്ന് നമുക്ക് വ്യക്തമാവുന്നില്ല. പിഷാരടി പറയുന്നുണ്ട്, പിഷാരടിയെ ആരും സജസ്റ്റ് ചെയ്തതല്ല, താൻ ഏത് മണ്ഡലത്തിൽ വേണമെങ്കിലും നിൽക്കാമെന്നുള്ളത്. പക്ഷെ കോൺഗ്രസ് നേതൃത്വത്തിൽ നിന്ന് തന്നെ പറയുന്നുണ്ട് ഷാഫിയുടെ നോമിനേഷൻ ആണ് രമേശ് പിഷാരടി എന്ന് പറയുന്നത്. അത് പാലക്കാടിന് മുൻ MLA ആയിരുന്നു. അപ്പൊ പാലക്കാട് അത്രയധികം ജനങ്ങളുടെ പ്രീതിയുള്ള ഷാഫി പറമ്പിലിന്റെ ആ ഒരു വാക്കുകൾക്ക് നോമിനേഷൻ അല്ലെങ്കിൽ വാക്കുകൾക്ക് ഒരു പ്രധാന പങ്കുണ്ട്. വന്നത് നമ്മൾ കണ്ടതാണ്. ഇവര് ഒരു മീറ്റിംഗ് കൂടുന്നു, മീറ്റിംഗിന് ശേഷം ഷാഫി പറമ്പിൽ ഉണ്ടായിരുന്നു, VD സതീശൻ ഉണ്ടായിരുന്നു, അതേപോലെ കോൺഗ്രസിന്റെ നേതൃത്വങ്ങളുള്ള എല്ലാവരും ഉള്ള ഒരു മീറ്റിംഗിൽ നിന്ന് പുറത്തേക്ക് വന്നതിന് ശേഷമാണ് രാഹുൽ മാങ്കൂട്ടമാണ് ഉപതെരഞ്ഞെടുപ്പിൽ പാലക്കാടിനെ പ്രതിനിധീകരിക്കുന്നതെന്നൊരു കാര്യം മുന്നോട്ട് കോൺഗ്രസിന്റെ അല്ലെങ്കിൽ കോൺഗ്രസ് പറയുന്നത്. അപ്പോ അതിനുശേഷവും ഇപ്പൊ ഉപതെരഞ്ഞെടുപ്പ് കഴിഞ്ഞു, ഇനി അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ വീണ്ടും പാലക്കാട് ഒരു സ്ഥാനാർത്ഥി പ്രഖ്യാപനം എന്ന് പറയുമ്പോൾ ഇത് ഷാഫി പറമ്പിലും അതേപോലെ VD സതീശനും ഇതാണ് പാർട്ടി എന്ന് പറയുന്നത്. അല്ലാതെ രമേശ് പിഷാരടിക്ക് ചെന്ന് ഞാൻ പാലക്കാട് നിന്നോളാം, അല്ലെങ്കിൽ ഞാൻ കോൺഗ്രസിനെ പ്രതിനിധീകരിക്കാൻ തയ്യാറാണ്, അങ്ങനെ പറയുന്ന ഒരു കാര്യമല്ല. അതിന്റെ അപ്പുറത്തേക്കും പാർട്ടിയാണ് അങ്ങോട്ട് പോയി താങ്കളോട് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു രമേശ് പിഷാരടിയോട് ആവശ്യപ്പെടുന്ന ഒരു രീതി. അല്ല, ഇവിടെ രമേശ് പിഷാരടിക്ക് യഥാർത്ഥത്തിൽ എവിടെയെങ്കിലും മത്സരിക്കണമെന്നുള്ള താല്പര്യമുണ്ടായിരുന്നു. ഒരു കോൺഗ്രസ്സുകാരനാണ്, അല്ലെങ്കിൽ കോൺഗ്രസ് ഇനത്തിൽ മത്സരിക്കാൻ താല്പര്യമുള്ള ഒരാളാണ്, അതെവിടെയാണ് എന്നുള്ളത് ഇറങ്ങുന്ന ഒരാളായിരുന്നു. ഇതിനു മുൻപ് രാഷ്ട്രീയപരമായിട്ടുള്ള ഇലക്ഷനുകളിലൊക്കെ കോൺഗ്രസിനെ പ്രതിനിധീകരിച്ചുകൊണ്ട് പ്രചരണ പരിപാടികളിൽ പങ്കെടുത്തിട്ടുള്ള ഒരാളാണ്. അതിനപ്പുറത്തേക്കും പാലക്കാട്ടിലേക്ക് ഇദ്ദേഹത്തിനെ സജസ്റ്റ് ചെയ്യുന്നത് അത് രമേശ് പിഷാരടിയുടെ ഒരു തീരുമാനമല്ല, അത് പാർട്ടിയാണ് തീരുമാനിക്കുന്നത്. പാർട്ടിയുടെ അന്തിമ തീരുമാനമാണ് എവിടേക്ക് ആരെയൊക്കെയാണ് നിർത്തേണ്ടതെന്നുള്ളത്. അതിപ്പോ രാഹുലിനെ പാലക്കാട് നിർത്തുന്നതാണെങ്കിലും കെ മുരളീധരനെ തൃശ്ശൂർ നിർത്തുന്നതാണെങ്കിലും വടകര ഷാഫി പറമ്പിൽ കൊടുക്കുന്നതാണെങ്കിലും ഇതെല്ലാം പാർട്ടിയുടെ അന്തിമ തീരുമാനങ്ങളാണ്. ഒരു വ്യക്തി കേന്ദ്രീകൃതമല്ല ഇതിന്റെ അതിപ്പോ കോൺഗ്രസിനെ സംബന്ധിച്ച് മാത്രമല്ല, CPM ആണെങ്കിലും BJP ആണെങ്കിലും ഏത് പാർട്ടികളാണെങ്കിലും ഒരു പാർട്ടി കൂടി അല്ലെങ്കിൽ അവരുടെ കമ്മിറ്റി കൂടി എല്ലാവരും കൂടി ഒരുമിച്ചെടുക്കുന്ന തീരുമാനങ്ങളാണ് ഇതൊക്കെ. ഇപ്പൊ പാലക്കാട് വരികയാണെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിന് എന്തുകൊണ്ടാണ് പാലക്കാട് നിൽക്കാൻ പറ്റാത്ത സാഹചര്യമുള്ളത്? അതാണ് നമ്മൾ പരിശോധിക്കേണ്ടത്. പലരും ചോദിക്കുന്നത്, നമ്മുടെ ചർച്ചകളിൽ തന്നെ കമന്റ് ബോക്സിൽ ചോദിക്കുന്നുണ്ട് എന്തുകൊണ്ട് രാഹുലിന് പറ്റില്ല, അല്ലെങ്കിൽ നമ്മൾ ആരോപണ വിധേയെന്ന് പറയുമ്പോൾ എന്ത് ആരോപണമാണ് രാഹുലിനെതിരെയുള്ളത്? നമ്മൾ രണ്ടുപേരും പറഞ്ഞിട്ടുള്ള ആരോപണങ്ങളല്ല ഇത്. കൃത്യമായ ഒരു FIR ഇട്ട് ഒരു കേസ്, ഒന്നിൽ കൂടുതൽ ഒരാളുടെ വ്യക്തിപരമായിട്ടുള്ള ജീവിതത്തിൽ അല്ലെങ്കിൽ അവരുടെ വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങൾ അത്ര ശുദ്ധമല്ല. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഇന്ന MLA പാടില്ല. കാരണം MLA-മാർക്കാണെങ്കിലും ജനപ്രതിനിധികൾ പാലിക്കേണ്ട കുറെ അധികം മാനദണ്ഡങ്ങളുണ്ട്, കീപ്പ് ചെയ്യേണ്ട, അവരുടെ ജീവിതത്തിൽ കീപ്പ് ചെയ്യേണ്ട കുറെ അധികം വശങ്ങളുണ്ട്. അപ്പൊ അത് കീപ്പ് ചെയ്യാത്തത് കൊണ്ടാണ് പാർട്ടിയിൽ നിന്നും, കോൺഗ്രസ് പാർട്ടിയിൽ നിന്നും രാഹുൽ മാങ്കൂട്ടത്തിനെ പുറത്താക്കേണ്ട ഒരു സാഹചര്യം വന്നത്. ഇപ്പോ പിഷാരടിയുടെ ഈ ഒരു തീരുമാനം, പിഷാരടിയെ ഞങ്ങൾ തോൽപ്പിക്കും, ആ വോയിസ് ക്ലിപ്പുകളിൽ പുറത്തേക്ക് വരുന്ന ഒരു ആഹ്വാനമാണ്. രാഹുൽ മാങ്കൂട്ടം അല്ലാതെ വേറെ ഒരാള് ആര് നിന്ന് കഴിഞ്ഞാലും ഞങ്ങൾ അവിടെ തോൽപ്പിക്കും. അപ്പൊ നമ്മൾ എന്താണ് വിചാരിക്കേണ്ടത്? രാഹുൽ മാങ്കൂട്ടത്തിനെ അത്ര ഇഷ്ടമുള്ള രാഹുൽ മാങ്കൂട്ടത്തിന്റെ തന്നെ PR ആയിരിക്കുമെന്നല്ല. അതെ, പക്ഷേ ഇന്നത്തെ സമൂഹത്തിൽ ഒരു വിഭാഗം ആളുകൾ രാഹുലിനെ അനുകൂലിക്കുന്നുണ്ട് എന്നുള്ളത് നമുക്ക് കൃത്യമായി അറിയുന്ന കാര്യമാണ്. കാരണം ഇപ്പൊ നമ്മുടെ വീഡിയോകൾ തന്നെ എടുത്ത് നോക്കിയാൽ അതിന് താഴെ വരുന്ന രാഹുലിനെ അനുകൂലിച്ചുള്ള കമന്റുകൾ എത്രത്തോളമാണ് എന്നുള്ളത് നമുക്കറിയാം. ഒരു ഹെയ്റ്റ് വീഡിയോ ഇടുന്നതിനേക്കാൾ കൂടുതൽ വ്യൂസും സപ്പോർട്ടും ഈ പറയുന്ന രാഹുലിനെ അനുകൂലിച്ചുള്ള വീഡിയോകൾക്ക് കൂടുതൽ വരുന്നുണ്ട് എന്നുള്ളത് ഏറെ ശ്രദ്ധേയമാണ്. ഇവിടെ ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ രാഹുൽ തന്നെ മതി എന്ന് പറയുമ്പോൾ പിന്നെ ഞാൻ തുടക്കത്തിൽ ചോദിച്ചതുപോലെ പിന്നെ എന്തിനാണ് രാഹുൽ പിഷാരടിയെ സപ്പോർട്ട് ചെയ്യുന്നത് എന്നുള്ളത് മറ്റൊരു ചോദ്യം തന്നെയാണ്. അപ്പോൾ ഇതൊക്കെ ഒരു നാടകമാണോ, അല്ലെങ്കിൽ രാഹുൽ ഒരു സാക്രിഫൈസ് ചെയ്തുകൊണ്ട് മറ്റൊരാൾക്ക് മത്സരിച്ചോട്ടെ, അല്ലെങ്കിൽ എന്നിപ്പോൾ ഞാനൊരു ആരോപണ വിധേയനാണ് എന്ന് പറഞ്ഞ് മാറി നിന്നുകൊണ്ട് മറ്റൊരാൾക്ക് അവസരം കൊടുക്കുമ്പോൾ ജനങ്ങളുടെ മനസ്സിൽ വീണ്ടും രാഹുലിന് കുറച്ചുകൂടി ഒരു സ്ഥാനം ലഭിക്കുന്നു.
ആ ഒരു ചെറുപ്പക്കാരൻ, ആ ഒരു യുവാവ് മറ്റുള്ള സ്ത്രീകളുടെ സ്വാർത്ഥ താല്പര്യം കൊണ്ട് അവന്റെ രാഷ്ട്രീയ ജീവിതം ത്യജിക്കേണ്ട ഒരു സാഹചര്യത്തിലേക്ക് കൊണ്ടെത്തിച്ചിരിക്കുകയാണ് ഒരു സോഫ്റ്റ് കോർണർ സ്വാഭാവികമായും ജനങ്ങളുടെ മനസ്സിൽ വരും, പ്രത്യേകിച്ച് അമ്മമാരുടെയും സ്ത്രീകളുടെയും മനസ്സിൽ. നേതാക്കന്മാർക്കും PR-കളുണ്ട്, അത് തീർച്ചയായിട്ടും ഒരു പരസ്യമായ ഒരു സത്യമാണ്. എല്ലാവർക്കും PR-കളുണ്ട്. അത് അവരുടെ പേജുകളിൽ നോക്കുകയാണെങ്കിൽ, സാമൂഹ്യ മാധ്യമ അക്കൗണ്ടുകൾ നോക്കുകയാണെങ്കിൽ നമുക്ക് അറിയാൻ പറ്റും. അവർ പോകുന്ന സ്ഥലങ്ങളിലെ വീഡിയോസ്, അല്ലെങ്കിൽ അവർ ചെയ്യുന്ന വിഷ്വൽസ്, അല്ലെങ്കിൽ അവർക്ക് സ്വന്തമായി ഒരു ഫേസ് ഡിമാൻഡ് ഉണ്ടാക്കുക എന്ന് പറയുന്നത് അത് അവരുടെ തന്നെ ഉദ്ദേശമായി മാറി. കുറെ കാലങ്ങൾക്ക് മുമ്പൊക്കെ ഈ പറയുന്ന PR-കൾ എന്ന് പറയുന്നത് പത്രങ്ങളിൽ മാത്രം, ഒരു പരസ്യമായി മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരു കാര്യമായിരുന്നു. അല്ലെങ്കിൽ അല്ലെങ്കിൽ ഇവരുടെ പ്രസംഗം കണ്ട്, അല്ലെങ്കിൽ ഇവരുടെ പ്രവൃത്തി കണ്ട് ജനങ്ങളായിരുന്നു PR. ഇപ്പോൾ അത് വെറും വാക്കിൽ മാത്രം ഒതുങ്ങി നിൽക്കുകയാണ്. ജനങ്ങളാണ് എന്റെ PR. ഏതൊരു നേതാവ് പറഞ്ഞു കഴിഞ്ഞാലും അതത്ര സത്യമായ ഒരു കാര്യമല്ല. നിങ്ങളെല്ലാം PR-കൾ ചെയ്യുന്നുണ്ട്. നിങ്ങളെല്ലാം ചെയ്യുന്ന കാര്യങ്ങൾ ജനങ്ങളിലേക്ക് എത്തിച്ചുകൊണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ ഒരു മികച്ച നേതാവാണെന്നുള്ള ജനങ്ങളിലേക്ക് എത്തിച്ചുകൊണ്ട് നിങ്ങൾ PR ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ ഫീൽഡ് ഔട്ട് ആയി പോകുന്ന രാഹുൽ മാങ്കൂട്ടം ഫീൽഡ് ഔട്ട് ആയി പോകുന്നത് നമ്മൾ ഒരിക്കലും പറയുന്നില്ല. അയാളെ പിന്തുണയ്ക്കുന്ന ജനങ്ങൾ ഉള്ളിടത്തോളം കാലം അയാൾ ഇവിടെ നിലനിൽക്കുക തന്നെ ചെയ്യും. അതിപ്പോ ഏത് തരത്തിൽ അയാളെ ഹെയ്റ്റ് ചെയ്യുന്ന എല്ലാ നേതാക്കന്മാർക്കും ഒരാളെ പോലും ഹെയ്റ്റ് ഇല്ലാത്ത ഒരു നേതാവെന്ന് നമുക്ക് പൂർണ്ണമായി എടുത്ത് വെക്കാൻ പറ്റില്ല. എല്ലാവർക്കും ഏതെങ്കിലും ഒക്കെ രീതിയിൽ ഈ പറയുന്ന ഹെയ്റ്റുകൾ ഉണ്ടാവാം. അവരുടെ വകുപ്പുപരമായി ബന്ധപ്പെട്ട പോരായ്മകളുണ്ട്, അതിൽ നിന്നാണ് ഈ ഹെയ്റ്റ് ഉണ്ടാവുന്നത്. പക്ഷെ രാഹുലിനെ സംബന്ധിച്ച് പാലക്കാട് നിൽക്കാൻ പറ്റില്ല. അതൊരു സാഹചര്യമാണ്, അതൊരു രാഷ്ട്രീയ അന്തരീക്ഷമാണ്. രാഹുലിന് പാലക്കാട് എന്നല്ല, കേരളത്തിൽ എവിടെ മത്സരിപ്പിച്ചാലും അത് മറ്റു പാർട്ടികൾക്ക് ഒരു ആയുധമായി മാറും എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അത് കോൺഗ്രസിനെ ഒരു കുരുക്കിലാക്കുന്ന കാര്യമാണ്. ബാക്കി എല്ലാ സ്ഥാനാർത്ഥികളെയും ഈ വിജയ സാധ്യതയ്ക്ക് ഏറ്റവും മങ്ങലുണ്ടാക്കാൻ ഒരു സാഹചര്യമുണ്ട്. കാരണം കോൺഗ്രസിൽ നിന്ന് പുറത്താക്കുന്നത് അത്തരത്തിലൊരു സമ്മർദ്ദം, ഒരു 2-3 കേസുകളൊക്കെ വന്നതിന് ശേഷമാണ് രാഹുലിനെ പുറത്താക്കാം, അല്ലെങ്കിൽ FIR ഇട്ട് ഒരു സിറ്റിംഗ് MLA റിമാൻഡിലാക്കുക, അല്ലെങ്കിൽ 10-15 ദിവസം ജയിലിൽ അടയ്ക്കപ്പെടുക. അപ്പൊ ആ ഒരു സാഹചര്യത്തിൽ കോൺഗ്രസിൽ നിന്ന് പുറത്താക്കാൻ മാത്രമേ നമുക്ക് പറ്റുള്ളൂ. അപ്പൊ കോൺഗ്രസിൽ നിന്ന് പുറത്താക്കിയിരിക്കുന്ന ഒരാളെ, അല്ലെങ്കിൽ അത്തരത്തിൽ ആരോപണ വിധേയമായിട്ടുള്ള ഒരാളെ വീണ്ടും പാലക്കാടിന്റെ അതേ മണ്ണിൽ മത്സരിപ്പിക്കുമ്പോൾ കോൺഗ്രസ് അന്നെടുത്ത തീരുമാനത്തിനെ ധീരമായിട്ടായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോ ആ തീരുമാനം വെറും ഒരു പാഴ്വാക്കായിരുന്നു, അല്ലെങ്കിൽ പല മാധ്യമങ്ങളും പറഞ്ഞ പോലെ തേച്ച് മായ്ച്ച് കളയാൻ വേണ്ടി, ആ ഒരു വിഷയത്തിൽ നിന്ന് സ്കിപ്പ് ആവാൻ വേണ്ടി മാത്രമാണ് നിങ്ങൾ അങ്ങനെ ഒരു തീരുമാനം എടുത്തതെന്ന് നിലയ്ക്ക് പോയില്ലേ. അപ്പോൾ രാഹുലിനെ സംബന്ധിച്ച് രാഹുൽ അതൊരു പ്രശ്നമായിട്ട് കാണുന്നില്ല. രാഹുൽ ഒരിക്കലും കോൺഗ്രസിനെ തള്ളി പറയുന്നില്ല. പക്ഷേ രാഹുലിനെ സപ്പോർട്ട് ചെയ്യുന്ന ഇത്തരം ചില ഗ്രൂപ്പുകൾ, അല്ലെങ്കിൽ അത് PR-കളാണോ എന്ന് നമുക്ക് സംശയിക്കേണ്ടിയിരിക്കുന്നത്. ആ വരുന്ന സാധാരണ ഒരു കോളിംഗ് പ്രോഗ്രാമിൽ വരുമ്പോൾ വ്യത്യസ്തപരമായിട്ടുള്ള അഭിപ്രായങ്ങൾ ഉണ്ടാവില്ല. പക്ഷെ ഇതിനകത്തിൽ ഒരു വ്യത്യസ്തപരമായിട്ടുള്ള അഭിപ്രായവുമില്ല. രാഹുലിനെ അനുകൂലിക്കുന്ന അഭിപ്രായങ്ങൾ മാത്രമേ ഉള്ളൂ. അതിൽ അവർക്ക് ആവശ്യം, എല്ലാവരും ഒരേ ആവശ്യം തന്നെ 10 പേര് പറയുമ്പോൾ നമുക്കത് PR ആയിട്ട് തോന്നില്ലേ? ഞങ്ങൾ പിഷാരടിയെ തോൽപ്പിക്കും, ഞങ്ങൾക്ക് അവിടെ രാഹുൽ മാത്രം മതി. ഈ പറയുന്ന രാഹുൽ പോലും തനിക്ക് പിഷാരടി അവിടെ പാലക്കാട് നിർത്തുകയാണെങ്കിൽ രാഹുലിനെ തോൽപ്പിക്കണമെന്നോ പൂർണ്ണമായ പിന്തുണ ഉണ്ടാകുമെന്നാണ് രാഹുൽ അങ്ങനെ പറഞ്ഞിട്ടില്ല. രാഹുൽ ഇതുവരെ പറഞ്ഞിട്ടുള്ളത് താൻ ഒരു കോൺഗ്രസ്സുകാരൻ തന്നെയാണ്. കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയാലും താൻ കോൺഗ്രസ്സുകാരനാണ്. ആര് മത്സരിച്ചു കഴിഞ്ഞാലും താൻ അവരുടെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനുണ്ടാവും. ഞാൻ കോൺഗ്രസിനോടൊപ്പം തന്നെയാണ്, അത് തന്റെ മരണം വരെ താൻ കോൺഗ്രസ്സുകാരനാണ്. ഇങ്ങനെ പറയുന്ന രാഹുലും അതിന്റെ അപ്പുറത്തേക്കും ഒരു വശത്തിൽ വൻ PR നടക്കുന്നു. രാഹുൽ പാലക്കാട് മത്സരിക്കണമെന്നുള്ളത് ഇത് പാർട്ടി കോൺഗ്രസിനെ പ്രതിരോധത്തിലാക്കുന്ന ഒരു രീതി തന്നെയാണ്. ഇവർ പറയുന്നത് ഇവർ കോൺഗ്രസ്സുകാരാണെന്ന് പറഞ്ഞ് ഈ കോളിംഗ് പ്രോഗ്രാമിൽ വരുന്നവരുണ്ട്. അല്ലാതെ കോൺഗ്രസ് അല്ലാതെ ഞാൻ പൊതുജനങ്ങളാണെന്നും പറഞ്ഞ് അഭിസംബോധന ചെയ്ത് വരുന്നവരുണ്ട്. ഇതിന് ഏത് രീതി, രാഹുൽ മാങ്കൂട്ടത്തിന്റെ അറിവോടാണോ ഈ PR നടക്കുന്നത്? അതാണ് നമുക്ക് പരിശോധിക്കേണ്ട, അല്ലെങ്കിൽ ജനങ്ങൾ അറിയേണ്ട ഒരു ഫാക്ടർ എന്ന് പറയുന്നത്. അതോ ഇത് സാധാ ജനങ്ങൾ തന്നെയാണോ? നിങ്ങൾ സെലക്റ്റീവായിട്ട് ഈ ജനങ്ങളെ പിടിച്ചു കൊണ്ടുവന്ന് ഈ കോളിംഗ് പ്രോഗ്രാമിലേക്ക് കൊണ്ടുവരുന്നതാണോ? അല്ല, ഇപ്പോൾ നമ്മൾ പുറത്തൊരു പബ്ലിക് ഒപ്പീനിയൻ എടുക്കാൻ പോയാൽ അതിൽ ശ്രദ്ധിച്ചിട്ടുണ്ടാവും പല രീതിയിലുള്ള അഭിപ്രായമുള്ള ആളുകളുണ്ട്. പക്ഷേ ഈ പറയുന്ന എഡിറ്റിംഗ് എന്നുള്ള ഒരു ഓപ്ഷൻ നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. ഒരുപക്ഷെ ഈ പറയുന്ന രാഹുലിനെ അനുകൂലിക്കുന്നവരെ മാത്രം സെലക്ട് ചെയ്തുകൊണ്ട് ഈ ക്ലിപ്പുകൾ ഉപയോഗിക്കുന്നതാണോ എന്നുള്ളത് നമുക്ക് സംശയിക്കാതിരിക്കാൻ സാധിക്കില്ല. അങ്ങനെ ഈ ഒരു കോളിംഗ് പ്രോഗ്രാമിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ലൈവാണ്. ഞാൻ കുറച്ചു മുമ്പേ കണ്ട ഒരു കോളിംഗ് പ്രോഗ്രാം എന്ന് പറയുന്നത് ലൈവായിരുന്നു. ലൈവായിട്ടാണ് ഇവർ ഇത് ഇടുന്നത്. അതിനുശേഷം ഈ ലൈവിന് ശേഷം കട്ട് ചെയ്ത് അപ്ലോഡ് ചെയ്യുന്ന ഒരു പരിപാടിയില്ലേ? അപ്പൊ എനിക്ക് ആദ്യം തോന്നിയൊരു സംശയമാണ്, ഞാൻ ആ ലൈവ് പ്രോഗ്രാം കണ്ടില്ലായിരുന്നു എങ്കിൽ ഹർഷയുടെ ഈ സംശയം എനിക്ക് ഉണ്ടായേനെ. കട്ട് ചെയ്തിട്ട് അതാണ് ഞാൻ ഇതിനകത്തിൽ എഡിറ്റ് ആയിരിക്കുമെന്ന് ഞാൻ പറയാതിരുന്നത്. കാരണം ലൈവായിട്ട് ഇവർ വിടുന്നുണ്ട്. ലൈവായിട്ട് വിടുന്ന സമയത്ത് നമുക്ക് അങ്ങനെ കട്ട് ചെയ്ത് മാറ്റാനൊന്നും പറ്റില്ലല്ലോ. അത്രയധികം ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമല്ലേ. എന്തായാലും രാഹുലിന്റെ PR ശക്തമായി നടക്കുന്നുണ്ട്. ഈ പറയുന്ന PR കൊണ്ട് പിന്നിൽ നിന്ന് കുത്തിയേൽക്കുന്നത് ഷാഫിക്ക് തന്നെ ആയിരിക്കും. എത്രത്തോളം പിഷാരടി പറഞ്ഞിട്ടുള്ള ഒരു ഡയലോഗ് എന്ന് പറഞ്ഞാൽ,
താൻ കോൺഗ്രസിന്റെ ഏത് മണ്ഡലത്തിലും മത്സരിക്കുമെന്നാണ്. അതിന്റെ അപ്പുറത്തേക്കും ഷാഫി പറഞ്ഞിട്ടൊന്നുമല്ല, അല്ലെങ്കിൽ ഷാഫിയുടെ നിർബന്ധം കൊണ്ടാണ്, അങ്ങനെയൊന്നും അല്ല പറഞ്ഞിട്ടുള്ളത്. നോമിനേഷൻ ഉണ്ടായിട്ടുണ്ട്, പാർട്ടി നേതൃത്വത്തിൽ നിന്നുള്ള നോമിനേഷൻ കൊണ്ടാണ് പിഷാരടി എന്ന് പറയുന്ന സ്ഥാനാർത്ഥി പാലക്കാട് മത്സരിക്കുകയാണെങ്കിൽ അങ്ങനെ ഒരു സ്ഥാനാർത്ഥി നിർണയം വരുന്നത് പാർട്ടിയിൽ നിന്ന് തന്നെയാണ്. അപ്പോ ഈ PR കൊണ്ട് പിഷാരടി തോൽക്കുമോ? അതാണ് ഇനി പാലക്കാട് നിന്ന് കഴിഞ്ഞാൽ വേറെ ബാക്കി മണ്ഡലങ്ങളെ പറ്റിയിട്ട് സംസാരിക്കുന്നില്ല. കോൺഗ്രസ്സുകാരനാണ്, തന്നെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയാലും താൻ ഒരു കോൺഗ്രസ്സുകാരനാണ് എന്ന് പറയുന്ന രാഹുലിന്റെ മറ്റൊരു മുഖമായിരിക്കില്ലേ പുറത്ത് കാണാൻ പോകുന്നത്? തീർച്ചയായിട്ടും ഈ പറയുന്നത് പോലെ അറിവോടെ ആണെങ്കിൽ പിഷാരടിയെ മുന്നിൽ നിന്ന് സപ്പോർട്ട് ചെയ്യുമ്പോഴും പിന്നിൽ നിന്നും പാർട്ടിയെ തോൽപ്പിക്കാൻ രാഹുൽ കരുക്കൾ നീക്കുന്നുണ്ട് എന്ന് തന്നെ നമുക്ക് ഇതിൽ നിന്നും മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ഇത് ഈ PR രാഹുലിന് അനുകൂലമായി അല്ലെങ്കിൽ രാഹുൽ അറിഞ്ഞുകൊണ്ടാണെങ്കിൽ